ഹായ് ഗായ്സ്, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറാന്റെ മേളിൽ അമേരിക്ക ഇസ്രായേലിനെ വെച്ച് ബോംബ് ചെയ്യാൻ വേണ്ടി പോകുന്നു. ഇന്നലെ വരെ അൽ അറേബ്യ എന്ന് പറഞ്ഞ ചാനലിൽ അമേരിക്ക അവിടെ ബോംബ് ചെയ്യും എന്നാണ്. പക്ഷേ ഇപ്പൊ വാർത്തയിൽ വരുന്നത് കേട്ടു, വലിയ അമ്പരിപ്പിക്കുന്ന വാർത്ത തന്നെയാണ് വന്നിരിക്കുന്നത്. അതിന്റെ ഏറ്റവും വലിയ സൂചന വന്നിരിക്കുന്നത് അമേരിക്കൻ ഭരണകൂടം ഇറാഖിൽ 2500 അമേരിക്കൻ സൈന്യമുണ്ട്. അതുമായി ബന്ധപ്പെട്ട് വേറെ ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. അവരോട് ഒരു വിഭാഗത്തോട് ഉടൻ തന്നെ അമേരിക്കയിലേക്ക് മടങ്ങാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. അത് നൽകുന്ന സൂചന ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ഇസ്രായേൽ ആക്രമിക്കാൻ സാധ്യത തെളിഞ്ഞു എന്നുള്ള തരത്തിൽ തന്നെയാണ്. വളരെ ഒരു വാർത്തയാണ്. ഇതിന് പല കാരണങ്ങളുണ്ട്. ഒരു യുദ്ധം കൺഫേം ആയി കഴിയുമ്പോൾ മാത്രം ചെയ്യുന്ന ഒരു കാര്യമാണിത്. അടുത്ത രാജ്യത്തെ പൗരന്മാരെ തിരിച്ചു വിളിക്കാന്നുള്ളത്. ഡിസിഷൻ ഈസ് ഓവർ. ഡിസിഷൻ ആയിട്ടുണ്ട്. അമേരിക്ക ഇസ്രായേലിനെ വെച്ചിട്ട് എന്തായാലും അവിടെ ബോംബിടാൻ വേണ്ടി പോകുന്നുണ്ട്. അതുകൊണ്ട് അമേരിക്കൻ പൗരന്മാരെല്ലാവരും റിട്ടേൺ വിളിച്ചിട്ടുണ്ട്. ഓർക്കണം, ഇന്ത്യ പാകിസ്ഥാനിൽ ബോംബ് ഇടും എന്ന് ഉറപ്പായപ്പോൾ തന്നെ അവിടെയുള്ള ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും പിൻവലിച്ചത്. ഓൾമോസ്റ്റ് എല്ലാം കൺഫേം ആയി കഴിഞ്ഞു. ഇസ്രായേൽ എന്തായാലും അവിടെ അറ്റാക്ക് ചെയ്തിരിക്കും എന്നുള്ള കാര്യം കൺഫേം ആയി. പക്ഷേ ഇറാനുമായി ഒരു മുട്ടലിൽ നിന്നാൽ അവരുടെ അണ്ടറിൽ കിടക്കുന്ന ന്യൂക്ലിയർ വെപ്പൺസ് അവർ പുറത്തിറക്കും. അവർ മാക്സിമം പരീക്ഷിക്കാൻ പറ്റിയതെല്ലാം അവർ ചെയ്യും. പേടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇറാൻ പറഞ്ഞിരിക്കുന്നു, ഞങ്ങളുടെ ആണവ കേന്ദ്രങ്ങൾ ഇസ്രായേൽ ആക്രമിച്ചാൽ അതിന് കാരണം അമേരിക്കയാണെന്ന് കരുതി ഞങ്ങൾ ഇതിന്റെ തൊട്ടടുത്തുള്ള ഇറാഖിലടക്കം അമേരിക്കൻ കേന്ദ്രങ്ങളെ അടിക്കും എന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇറാൻ കുറെ പ്രാവശ്യമായി കഴിഞ്ഞ മാസം തൊട്ട് US കൊടുക്കുന്ന പ്രപ്പോസൽ എല്ലാം ഡയറക്റ്റ് ആയിട്ട് റിജക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും അമേരിക്കൻ ഇന്റർഫിയറൻസ് അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാനേ പറ്റാത്ത രീതിയിൽ അവർ എല്ലാ പ്രപ്പോസലും കട്ട് ചെയ്ത് കളയുന്നുണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടി കൂട്ടി വായിക്കുമ്പോൾ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേർ ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. ചിലപ്പോൾ മാറിപ്പോയേക്കാം. പക്ഷേ